ഞാൻ അവളോട് പറഞ്ഞാ ഒന്ന് ഇങ്ങോട്ട് വരുമോ? നമ്മള് ട്രിപ്പ് അടിക്കാം. എന്നെ കാണാൻ നല്ലുണ്ട് ശരിക്കും. നമ്മൾ ഒച്ചകൾ നിങ്ങൾ കേൾക്കും കേട്ടോ. കുഴപ്പമില്ല. എന്നാ അടിപൊളിയാ. ഹലോ ഗൈസ്. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ രാജാപാട്ട്. എടാ രത്നത്തിന്റെ തല കാണുന്നില്ലടോ. അപ്പൊ ഇന്ന് നമ്മള് എവിടേക്ക് പോകുന്നോ? ആറളം. നമ്മള് ആറളം സാങ്ച്വറി അല്ലേ? ആരല്ല പോന്ന് ജായപ്പാ? ആരൊക്കെയുണ്ട്? ഞാനുണ്ട്. ഞാനുണ്ട്. പേര് പറ. ഇത് അശ്വിനി. എടാ അശ്വിനി. ഞാൻ സൂര്യ. ചന്ദ്രു. ഞാൻ രാജശ്രീ. അപ്പൊ വൺ ഡേ ട്രിപ്പാണ്. ഇപ്പൊ എല്ലാ ടെൻഷനും മാറ്റി വെച്ച് എല്ലാ ഡയറക്ടർമാർക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ട് നമ്മളൊരു മുങ്ങലങ്ങ് മുങ്ങി. ഒരു ടൂറ് എന്ന് പറഞ്ഞാല് നമ്മളൊരു സ്ഥലത്തിന് മാത്രല്ല ഇമ്പോർട്ടന്റ് രാജശ്രീ. അതെ, നമ്മള് ഒരുമിച്ചൊരു കുറച്ചു നേരം യാത്ര ജീവിതത്തിലെ അത്യന്താപേക്ഷിതമായ ഘടകമാണല്ലോ. അശ്വിനി പോയിട്ടുണ്ടോ? ആറളത്ത് +2 പഠിക്കുന്ന സമയത്ത് പഠനയാത്രയുടെ ഭാഗമായിട്ട് ഒരു തവണ പോയിട്ടുണ്ടായി. ഒറ്റ തവണ നടന്ന് കാണാം. നമുക്കങ്ങനെ ഈ പറയുന്ന പോലെ ഈ റൈഡിൽ കയറി അങ്ങനെയുള്ള സംഭവമല്ല. കാടുണ്ട്, മരമുണ്ട്, ഒരുപാട് മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്, നല്ല നല്ല ശബ്ദങ്ങളുണ്ട്, പുഴയുണ്ട്, വെള്ളമുണ്ട്. അതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്പോട്ടാണത്. സൂര്യക്ക് എന്താണ് പറയാനുള്ളത്? ഞാനും ആറളം ഫാമില് BEd പഠിക്കുന്ന സമയത്ത് ഒരു വൺ ഡേ ട്രിപ്പ് പോയിട്ടുണ്ട്. അതായത് മീൻമുട്ടി അങ്ങനത്തെ സ്ഥലമല്ലേ അവിടെ നമ്മള് അവര് നേരത്തെ ലേഖിച്ച് പറഞ്ഞ പോലെ അരുവിയുണ്ട്. അവിടെ പോയിട്ട് കുളിച്ച് നല്ല രസമായിരുന്നു. നല്ല സുഖമുള്ള നല്ല തണുപ്പായിരുന്നു. അട്ടയുണ്ടായിരുന്നു. ഏറ്റവും മെയിൻ അട്ട കടിച്ചിട്ടുള്ള അനുഭവമായിരുന്നു. അല്ല അട്ട കടിക്കുമ്പോ അട്ടക്കൊരു പ്രതിവിധിയായിട്ട് നമ്മൾ ഉപ്പിന്റെ കിഴി കൊണ്ടുപോകില്ലേ? അത് മറന്നുപോയല്ലേ നമ്മൾ എടുക്കാൻ? ആദ്യം കുഞ്ഞൊരു അല്ല അട്ട നല്ലതാന്ന് പറയുന്നുണ്ട്. വെരിക്കോസിനൊക്കെ അട്ട നല്ലതാന്ന് പറയുന്നുണ്ട്. അല്ല അങ്ങനെയാണെങ്കിൽ സൂര്യച്ചനെ കൊണ്ട് കടുപ്പിക്കണം. അതെ, അപ്പൊ അട്ടനെ പിടിച്ച് സൂര്യച്ച് അങ്ങനെയുണ്ട്. ഏത് കാരണം ടെസ്റ്റ് ചെയ്ത് നോക്കും. അതേ പറഞ്ഞ സൂര്യച്ചിന്റെ മേത്ത് ശുദ്ധരക്തത്തിനെ വലിക്കുന്നല്ലേ പറഞ്ഞ? ശുദ്ധരക്തത്തിനെ അല്ലല്ലോ. അല്ല അങ്ങനെയാണെങ്കിൽ അശുദ്ധ രക്തം ഉള്ളവരല്ലേ കടിക്കുള്ളൂ. ശുദ്ധരക്തം ഉള്ളവരെ കടിക്കൂല. എന്നെ ആറള ഫാമിൽ അട്ട കഴിച്ചിട്ടുണ്ടായിരുന്നു. 3-4 അട്ട. ഓർമ്മയുണ്ട്. അപ്പൊ മൊത്തം അശുദ്ധായിരിക്കും, കേടുള്ള രക്തമായിരിക്കും. നല്ലതല്ലേ അത് കടിച്ചാലല്ലേ ബൈജുട്ടാ? അത് പൊതുവെ ക്ലൈമറ്റ് എന്താ അവിടുത്തെ? തണുപ്പ് നമ്മുടെ സാധാരണ കാണാറുള്ള പോലുള്ള ചെറിയൊരു തണുപ്പൊക്കെ ആയിട്ടുള്ള കാലാവസ്ഥ തന്നെയാണ്. എല്ലാം ഫോറസ്റ്റ് ആണല്ലോ, ചുറ്റും ഫോറസ്റ്റ് ആണ്. കാടാണല്ലോ. ഈ കാട് രമണീയമായ സ്ഥലം തന്നെയാണ് അല്ലേ? ഓക്കെ. മറ്റൊന്ന് പ്രത്യേകത, പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായിട്ട് നിരീക്ഷിക്കപ്പെട്ടത് ആറളത്ത് വെച്ചിട്ടാ. എല്ലാം വരട്ടെ, അശ്വിനിന്റെ അടുത്തേക്ക് മാത്രം പോകട്ടെ. സീരിയസ്ലി അത് റെയർ ആയിട്ട് കാണുന്ന ഒരു സംഭവമല്ല. പക്ഷികളുടെ ദേശാടനം യൂഷ്വലി കാണുന്നതാ, പക്ഷെ പൂമ്പാറ്റകളുടെ ദേശാടനം ആറളത്ത് വെച്ചിട്ട്. ദേശാടനം മീൻസ് അവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവാ. ഒരു സമയമാകുമ്പോഴേക്ക് അവിടെ ഒരു പീരീഡ് ആകുമ്പോഴേക്ക് പിന്നെ അവിടുന്ന് പോവാ. നെക്സ്റ്റ് അതേ സെയിം പീരീഡിൽ അവിടത്തേക്ക് തിരിച്ചെത്തുക. അങ്ങനെ പൂമ്പാറ്റകൾക്ക് എങ്ങനെ അതായത് പിന്നെ ചില സംഭവത്തിന് എല്ലാ പൂമ്പാറ്റകളുടെ ദേശാടനം നടത്തുന്ന പൂമ്പാറ്റകളുടെ സാന്നിധ്യം അവിടെ കണ്ടുപിടിച്ചു എന്നുള്ളത്. അല്ല എന്നാലും പൂമ്പാറ്റകളുടെ ഒരു പറയുന്നത് ഒരു കാലഘട്ടം ഇത്രന്നൊന്നും പറയുന്നില്ലല്ലോ. അതൊരു ചെറിയ ഷോർട്ട് ടൈം ആയ ഒരു വർഷം വേണമെന്നോ അങ്ങനെയൊന്നും ഇല്ല. ലൈഫ് സ്പാൻ എങ്ങനെയാണോ അതായത് രാവിലെ പോയിട്ട് വൈകുന്നേരം ആകുമ്പോൾ അവർ അവരുടെ ആവാസ സ്ഥലത്തേക്ക് എത്തുന്നു. അത്രമാത്രം. ചന്ദ്രന്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്താ? എന്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാല് മെയിൻ ആയിട്ട് ഹാപ്പി ആവുക, മറ്റുള്ളവരെ ഹാപ്പി ആക്കുക.
കാണുന്നത്. ചിന്താവിഷ്ടയായ ഓരോ ദിവസവും കടന്നു പോകുന്നത് നല്ലൊരു ഹാപ്പി ആയിട്ടിരിക്കും. ഒരിക്കലും കരയാൻ ഇടവരുത്തരുത്. ദേഷ്യം വന്നാൽ പോലും കരയുന്ന വ്യക്തി. സാധാരണ ദേഷ്യം വന്നാൽ ദേഷ്യപ്പെടാ. ഇത് ഈ വർഷം ഞാൻ ഒരിക്കലും കരയില്ല, ഉറപ്പ്. നിന്റെയോ? അതായത് കഴിഞ്ഞ 2023 അല്ലല്ലോ 22 കഴിഞ്ഞ വർഷം 2022 അപ്പൊ ഈ 23 വരെ ന്യൂ ഇയറിന് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടില്ല. ഇന്ന് പിന്നെ നമ്മൾ ഇങ്ങനെ അങ്ങനെ പോകുന്നു. എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആറളന്നുണ്ട്. ആറളത്തെ എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് പ്രത്യേകിച്ച് സ്പോട്ടൊന്നുമില്ല, എല്ലാടിയും പോകും. അപ്പൊ ഇതുപോലെ അങ്ങനെ ഒരു ഒഴുക്കിൽ അങ്ങനെ പോണം, ഇങ്ങനെ ചിരിച്ചിട്ട് പോണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 3 പേരും പറഞ്ഞത് ഹാപ്പി ആയിട്ട് എല്ലാ ദിവസവും കടന്നു പോയാൽ. അതായത് ഞാൻ ഷോർട്ട് ആക്കി ഇവര് എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോ രാജശ്രീയുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്താന്നല്ലേ, യൂട്യൂബ് ചാനലില് യൂട്യൂബ് ചാനലില് വ്യൂവേഴ്സ് കൂട്ടണം. കുറച്ചും കൂടെ എന്താ പറയാ, എല്ലാത്തിനും ഒരു അടുക്കൻ ചിട്ടയോടെ വേണം. എനിക്കൊരു ഇയർ പ്ലാൻ വേണം, മന്ത് പ്ലാൻ വേണം, വീക്ക് പ്ലാൻ വേണം. എന്നാ ഏജൻസി എടുക്കുന്നുണ്ടോ രാജശ്രീ? ഇല്ല, അതുകൊണ്ടല്ല. ഇപ്പൊ നമ്മളിപ്പോ ഒരു എന്തായാലും യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോ വെറുതെ ആക്കാൻ പറ്റില്ലല്ലോ. ഇനി ഓരോ ദിവസവും എത്ര വീഡിയോസ് അപ്ലോഡ് ചെയ്യണം, എത്ര റെക്കോർഡ് ചെയ്യണം, കണ്ടന്റ് എന്ത് വേണം എന്നൊക്കെ ചിന്ത. അതായത് ഒരു തരം LIC പ്ലാന് തന്നെ. ഡെയിലി കണ്ടന്റ് വേണം, കൺസെപ്റ്റ് വേണം, എഡിറ്റിംഗ് വേണം, അപ്ലോഡിംഗ് വേണം, വ്യൂസ് കൂട്ടണം. ഓ നമ്മളങ്ങനെ വളയഞ്ചാലിലെത്തിയിരിക്കുകയാണ്. നമ്മള് ആറളം ഫാമിന്റെ പ്രകൃതി രമണീയത ആസ്വദിക്കാനുള്ള പുറപ്പാടിലാണ്. സോ ചെറുതായിട്ട് വിശക്കുന്നുണ്ടോ? ഉണ്ട് നോക്കാം. അത് ഇവള് ചെറുതായിട്ടേ പറയുന്നുള്ളൂ, കാരണം എനിക്ക് അമിതമായിട്ട് വിശക്കുന്നത്. ഞാനും കിട്ടിയാ ചേർ കിട്ടിയാ ഇനി എങ്ങനെ നമ്മുടെ യാത്ര? നമ്മുടെ സാരഥി എത്തിയിട്ടില്ല. നമ്മളെ കൊണ്ടുപോകാൻ ഒരു ഗൈഡ് വരുന്നുണ്ട്. ആ ഗൈഡിന്റെ സഹായത്തോടു കൂടിയാണ് നമുക്ക് അകത്തേക്ക് പ്രവേശനമുള്ളൂ. ഏകദേശം 2 കിലോമീറ്റർ വരെ നമ്മുടെ വാഹനം അങ്ങോട്ട് ചെല്ലും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ഓഫ് റോഡാണെന്നാണ് പറഞ്ഞത്. അവിടെ നിന്ന് ചിലപ്പം 8 കിലോമീറ്ററോളം ഉള്ളിലേക്ക് പോകാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. പക്ഷേ വാഹനം എത്രത്തോളം എത്തും എന്നുള്ളത് നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ. എന്തായാലും 2 കിലോമീറ്റർ വരെ നമ്മുടെ വാഹനം അവിടെ വരെ എത്തും. അതിനുശേഷം പിന്നെ നമ്മൾ നടന്നിട്ട് പോകേണ്ടി വരും. റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. നമ്മൾ റേഡിയോ മലബാറിൻ്റെ എല്ലാ അണിയറ പ്രവർത്തകരും ഇപ്പോൾ ഒരു യാത്രയിലാണ്. ആറളം സാങ്ച്വറി പാർക്കിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ കാറിൽ വനത്തിൻ്റെ ഉള്ളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ കൂടെ ഗൈഡ് ഉണ്ട്, നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. പേര് പറഞ്ഞോളൂ. പേര് കുഞ്ഞിരാമൻ. എത്ര വർഷം ഇവിടെ വർക്ക് ചെയ്യുന്നു? ഞാൻ 2 വർഷം ആവുന്നുണ്ട് വർക്ക് ചെയ്യുന്നു. അങ്ങനെ ഈ കാടിൻ്റെ ശരിക്കുള്ള ഇതറിയില്ല, എന്നാലും കുറേ കാര്യങ്ങൾ പഠിച്ചു. അങ്ങനെ നമ്മൾ
പാലക്കാട് വയനാട് ഒക്കെ പോയിട്ട് അവിടെ തന്നെ EDCയുടെ കാര്യങ്ങൾ. കാറിൽ ഗൈഡുമായിട്ടുള്ള ഇൻ്റർവ്യൂസ് അങ്ങനെ തകൃതിയായിട്ട് നടക്കുകയാണ്. അപ്പം നമ്മൾ ഒരു 2-2.5 കിലോമീറ്റർ ഇറങ്ങിയിട്ടും ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ്. ഒരു ഏറുമാടം കാണാനുണ്ട് ഇവിടെ, പിന്നെ പുഴ ഒഴുകുന്നുണ്ട്. വേറെ എവിടെയും ആന ഈ റോഡ് വഴി പോയിട്ടുണ്ടെന്നുള്ളൊരു സംശയം വന്നു. ആന നിലമൊക്കെ കുത്തി ഇളക്കിയ പോലെയും ആന ചൂരും അടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അധികം റിസ്ക് എടുക്കാതെ തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. കാറില്ല വന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പോവായിരുന്നു. പക്ഷേ ഞങ്ങൾ കാറ് പാതി വഴിയിൽ നിർത്തിയിട്ട് നടന്നു വന്നു. കാടിനെ അറിയാൻ വേണ്ടി നടക്കാൻ ഇറങ്ങിയതാ. പക്ഷേ പേടിയുണ്ടോ എന്നുള്ളൊരു ചെറിയ സംശയം കൊണ്ട് തിരിച്ചു തന്നെ പോവുകയാണ്. പേടിയായിട്ടല്ല, വെറുതെ പേടി കാരണം നമ്മൾ തിരിച്ചു വന്നു. അതെ, പേടിയല്ല, ഒരു ഭയം. പക്ഷെ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു പേടിയില്ല, എങ്കിലും ഒരു ഭയം. കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ഞങ്ങൾ വീണ്ടും കാറിലേക്ക് ഇനി എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടേക്ക് പോവുകയാണ്. അമ്മേ, അപ്പം ആറളത്ത് നിന്ന് ഞങ്ങൾ പിന്നീട് വന്നത്
പേട്ടയ്ക്കാണ്, വിരാജ് പേട്ട. അതെ, കർണാടക സ്റ്റേറ്റിലാണ്. അപ്പോൾ ഇരിട്ടിയിൽ നിന്നും ചെറിയൊരു ഡ്രൈവ്. അപ്പോൾ ഇവിടെ എത്തി. ഇവിടെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്തില്ല. ഞങ്ങൾ ഫുഡ് കഴിച്ചു കാര്യമായിട്ട്. പിന്നെ ഞങ്ങൾ മാർക്കറ്റിലൊക്കെ ഒന്ന് പോയി അല്ലേ. അത് ഇനി ഞങ്ങൾ നേരെ നാട്ടിലേക്കാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് വൈകിട്ട്? കുഴപ്പമില്ല, നല്ലൊരു എക്സ്പീരിയൻസ്. റോഡ് കുറച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചു. ചുരം മൊത്തം റോഡ് പൊട്ടിക്കളിക്കുകയാണ്. ആഗ്രഹിച്ചൊരു എക്സ്പീരിയൻസ് അവിടെ നിന്ന് ഇങ്ങോട്ട്, അതായത് കേൾക്കുന്നുണ്ടോ? നമ്മുടെ പേരമ്പാടി ചെക്ക് പോസ്റ്റിൽ നിന്ന് ഇങ്ങോട്ട് കുറച്ച്, അതായത് വിരാജിപ്പേട്ട ടൗൺ വരെ കുറച്ച് നല്ലൊരു റോഡ് നമുക്ക് എക്സ്പീരിയൻസ് കിട്ടി. നല്ലൊരു റോഡായിരുന്നു. ഇനിയിപ്പോൾ തിരിച്ചങ്ങോട്ട് പോകുമ്പം എങ്ങനെയായിരിക്കും എന്നാണ്. കാരണം ഒരുപാട് വണ്ടികളിൽ നിന്ന് വരികയാണ്. ഇന്ന് ഡിസംബർ 31, നാളെ 1-ാം തീയതിയാണ്. ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി ഒരുപാട് പേരാണ് ഇപ്പം ഈ കർണാടക സ്റ്റേറ്റിൽ കയറി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റോഡ് വളരെ മോശമായത് കാരണം ആ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എല്ലാരും കൂടെ എൻജോയ് ചെയ്തു. ഒരുമിച്ച് കുറച്ചു നേരം ചെലവഴിച്ച് ഒരു അടിപൊളിയായിട്ട് നമ്മുടെ ജോലിക്കിടയിൽ നിന്നുള്ള ഒരു ചെറിയൊരു ഇന്റർവെൽ അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു എന്താ പറയുക, ഒരു റിഫ്രഷ്മെന്റ് അത്രേ ഉള്ളൂ. സ്ട്രെസ് എന്നൊക്കെ ഒന്ന് മാറി നിന്ന് കുറച്ചു നേരം ഞങ്ങള് ഒന്ന് റിലാക്സ് ചെയ്യും. അതെ. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഇവിടെ ഒരാൾക്ക് ചെറിയൊരു തലവേദനയും, അതാണ് അഭിപ്രായങ്ങളൊന്നും പറയാതെ മിണ്ടാതെ നിൽക്കുന്നത്. പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. എങ്ങനെ ഉണ്ടായിരുന്നു? അറ്റ്ലീസ്റ്റ് ആക്ഷൻ ഗസ്റ്റ് അടിപൊളിയായിരുന്നു. ശരി, അപ്പം ഇനി സൂര്യയുടെ അഭിപ്രായം കൂടെ നമുക്ക് കേൾക്കാം. അടിപൊളിയായിരുന്നു, നല്ലൊരു രസം തോന്നി. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കുറേ ആയി ടൂർ എന്ന് പറയുന്നത്. ഇന്നാണ് നമുക്കൊരു അവസരം കിട്ടിയത്. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്തു. അശ്വിനിക്കുള്ള തലവേദന ഒഴിച്ചാൽ പിന്നെ ഒരു കുഴപ്പമില്ല. സൂപ്പർ. അപ്പൊ നിങ്ങൾ പുഴയിൽ കുളിച്ച കാര്യം എന്തേ പറയാത്തത്? അതൊരു വലിയ എക്സ്പീരിയൻസ്. ഓക്കെ, ഞാൻ കുളിച്ചിട്ടില്ല, ഇവര് കുളിച്ചിട്ടുണ്ട്. അതെ, അങ്ങനെ ഒരു കുളിയും കൂടെ ഞങ്ങൾ എല്ലാവരും പാസ്സാക്കി. പിന്നെ കുളിസീനൊക്കെ ഇടുന്നത് മോശമല്ല, അതുകൊണ്ടാണ് പിന്നെ ആ ക്ലിപ്പൊന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യിക്കാഞ്ഞത്. ഓക്കെ, അപ്പം ഇനി ന്യൂ ഇയറിന് കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പം ഈ വർഷത്തെ നമ്മുടെ ആദ്യത്തെയും അവസാനത്തെ ഒരു ട്രിപ്പായിരുന്നു ഇത്. നമ്മളെല്ലാവരും അടിച്ചു പൊളിച്ചില്ലേ? ഓക്കെ, ഞങ്ങളുടെ ഈ ഒരു വീണ് കിട്ടിയ നിമിഷങ്ങൾ, ആ ഒരു മൊമെന്റ്സ് ആണ് നിങ്ങളിലേക്ക് ഈ കുഞ്ഞു വീഡിയോയിലൂടെ എത്തിച്ചിരിക്കുന്നത്. സോ നമ്മളെല്ലാവരും ഹാപ്പി ന്യൂ ഇയർ പറയണ്ടേ? ഹാപ്പി ന്യൂ ഇയർ കേൾക്കണ്ടേ നിങ്ങൾക്ക്? ഞങ്ങൾ വിഷയമുണ്ട് പറയാം നമുക്ക്. എന്നാലേ ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ന്യൂ ഇയർ.